ഹായ് സെവൻത്ത് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ എട്ടിലോട്ട് കയറാൻ പോകുന്ന കുട്ടികളാണ്. എങ്കിലും ഞാനിപ്പം ഹായ് സെവൻത്ത് എന്ന് തന്നെ പറയുന്നു. നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ 8ാം ക്ലാസ്സിലോട്ട് കയറുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റീകോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതാ വന്നു സാറ് ഈ വെക്കേഷൻ ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഏപ്രിൽ മാസത്തിലൊന്നും പറഞ്ഞിട്ടില്ല. മെയ് മാസം നിങ്ങളെ നശിപ്പിക്കാനും പോകുന്നില്ല. മെയ് മാസത്തിൽ ഓരോ ദിവസവും നിങ്ങൾ ഒരു 1 അവർ വെച്ചിട്ട് നിങ്ങൾ മാച്ചിന് സ്പെൻഡ് ചെയ്യണം. ഇനി 1 അവർ ബുദ്ധിമുട്ടാണോ ആണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് മെയ്യിൽ ഡെയിലി നിങ്ങൾ മാച്ചിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോളൂ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. വെക്കേഷനാണ്, സ്പോയിലൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഓരോ ദിവസവും ഇത്ര സമയം വെച്ച് മാച്ചിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. കാരണം 7ാം ക്ലാസ്സിൽ കുറേ കുട്ടികൾ മാച്ചിന് നല്ലപോലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. വളരെ ചുരുക്കം കുട്ടികളാണ് വിചാരിച്ച ട്രാക്കിലോട്ട് വന്നത്. അപ്പോൾ ഈ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് ഒരു സുവർണ്ണാവസരമാണ് ഈ മാസം. സ്ട്രഗിൾ ചെയ്യുന്നവർ മാത്രമല്ല, എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യണം. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജൂൺ 1-ാം തീയതി സ്കൂളിലോട്ട് വരുമ്പം മാത്സിൻ്റെ ഒരു കാര്യത്തിൽ ഒരു 50% ബേസ് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ വരും. പിന്നെ ബാക്കി ഞാനായി. പക്ഷേ 7ാം ക്ലാസ്സിൽ നിങ്ങളൊന്നും മര്യാദയ്ക്ക് പഠിച്ചില്ല. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ 8ാം ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും മാത്സിൽ വീണ്ടും. പിന്നെ അത് 9ലോട്ട് റിഫ്ലക്റ്റ് ചെയ്യും. 10ാം ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി ചെയ്യാം. അതിലൊന്നാമത്തെ കാര്യം, നിങ്ങളൊരു നോട്ട്ബുക്ക് മേടിക്കണം. ഇത് 8ാം ക്ലാസ്സിലെ മാത്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. 8ാം ക്ലാസ്സിലെ മാത്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ പാരൻസിനോട് പറയാം, എനിക്കൊരു നോട്ട്ബുക്ക് വേണം. ഇത് 8ാം ക്ലാസ്സിലെ മാത്സിന് വേണ്ടിയിട്ടുള്ള നോട്ട്ബുക്കാണ്. അപ്പം ഈ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ അത് കോളേജ് നോട്ട്ബുക്ക് ആയിരിക്കണം. വലിയ നോട്ട്ബുക്ക്, വലിയത്, ചെറുതല്ല, വലിയ കോളേജ് നോട്ട്ബുക്ക്. ഐ സജസ്റ്റ് അൺറൂൾഡ് നോട്ട്ബുക്ക്. റൂൾഡ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല, ഞാൻ പ്രിഫർ ചെയ്യില്ല. അൺറൂൾഡ് വരയില്ലാത്ത കോളേജ് നോട്ട്ബുക്ക് മേടിക്കും. എന്നിട്ട് ഫ്രണ്ട് പേജിൽ മാത്തമാറ്റിക്സൊക്കെ ഭംഗിയാക്കി എഴുതുക, നിങ്ങൾ പേര് എഴുതുക, എന്നിട്ട് എന്താണ് ക്ലാസ് 8 എന്ന് എഴുതുക, അതൊക്കെ എഴുതുക. ഓക്കെ. അതിനുശേഷം സെക്കൻഡ് പേജ് മുതൽ നമുക്ക് റീകോളിംഗ് അല്ലെങ്കിൽ ലെറ്റ്സ് റീകോൾ എന്ന് എഴുതുക. ലെറ്റസ് റീകോൾ എന്നിട്ട് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഓരോന്നായി അതിൽ എഴുതുക, അത് പഠിക്കുക, അത് റിവൈസ് ചെയ്യുക. വെറുതെ എഴുതി വെച്ച് ആരെങ്കിലുമൊക്കെ അതങ്ങ് എഴുതും, എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട് പോസ്റ്റ് ചെയ്യും. അതിലോട്ട് നോക്കി വെറുതെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചാൽ പോരാ. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് അതിൽ എഴുതണം. അപ്പോൾ ഒരു 3-5 പോരാ, ചിലപ്പോൾ 5-6 പേജോളം വരും. അപ്പം ഈ നോട്ട്ബുക്ക് ആയിട്ടായിരിക്കണം നിങ്ങൾ 8ാം ക്ലാസ്സിൽ മാത്സിൻ്റെ ക്ലാസ്സിൽ ഇരിക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഓരോ ചാപ്റ്റർ എഴുതാൻ പോകുന്നത്. മനസ്സിലായില്ലേ? നോട്ട്ബുക്ക് മേടിക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിൽ വൃത്തിയായിട്ട് എഴുതുക. ഓക്കെ. അപ്പോൾ ഒരു ഫസ്റ്റ് 5 പേജസ് നമ്മൾ റീകോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എഴുതുക. എന്നിട്ട് അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ 1ാമത്തെ ചാപ്റ്റർ പോലെ 8ാം ക്ലാസ്സിൽ എടുക്കുക. സോ ലെറ്റ് മീ റിമൈൻഡ് യു വൺ തിങ്. 8th സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ സെഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും അത്യാവശ്യം ഡിഫിക്കൽട്ടും ആയിട്ടുള്ള കണ്ടന്റാണ് പഠിക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾ ഹൈസ്കൂൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബേസ് ഉണ്ട് അതിൽ. ആ ബേസ് സ്ട്രോങ് ആയില്ലെങ്കിൽ 8ാം ക്ലാസ് പാളിയാൽ 9-10 നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് 8ാം ക്ലാസ്സിന് വേണ്ടിയിട്ട് വരിക. ഓക്കെ. അപ്പം ഇപ്പം തന്നെ നോട്ട്ബുക്ക് മേടിക്കുക, ഈ പറയുന്ന കാര്യങ്ങൾ എഴുതാം. ഈ വീഡിയോ തൊട്ട് പുറകിലായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ എഴുതണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് വിശദമായിട്ട്. ഓക്കെ. ഞാൻ പെട്ടെന്ന് റഫായിട്ട് പറഞ്ഞു പോകുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇത് ഡിസൈൻ ചെയ്യാം. പക്ഷേ ഈ കണ്ടൻറ്റുകളൊക്കെ അതിൽ നിർബന്ധമായിട്ടും വരണം. ആദ്യമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഒരു നമ്പർ ചാർട്ട് ഹെഡ്ലൈൻ കൊടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ആദ്യം റിയൽ നമ്പേഴ്സ്, നമ്മളിത് ചെയ്തതാണ് 7th തുടക്കത്തിൽ നമ്മൾ ചെയ്തതാണ്. റിയൽ നമ്പേഴ്സിന് ഹെഡ്ലൈൻ കൊടുക്കുക. എന്താണ് റിയൽ നമ്പേഴ്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് എഴുതുമ്പോൾ എന്താണ് ഓൾ നമ്പർ ഇൻ ദ യൂണിവേഴ്സ്, അല്ലെങ്കിൽ ഓൾ ദ നമ്പേഴ്സ് ഓൺ ദ നമ്പർ ലൈൻ എന്നൊക്കെ. അത് ബ്രാക്കറ്റിൽ അതിൻ്റെ ഡെഫിനേഷൻ എഴുതാം. ഓൾ ദ നമ്പേഴ്സ് ഓൺ ദ നമ്പർ ലൈൻ. ഓക്കെ. എന്നിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെ: നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, ഇൻഡിജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് വരെയാണ് നമ്മൾ പഠിച്ചാൽ അത്ര എഴുതാം. എന്നിട്ട് ഓരോന്നിനും എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്, എന്താണ് നാച്ചുറൽ നമ്പർ, എന്താണ് ഹോൾ നമ്പർ, എന്താണ് ഇൻഡിജേഴ്സ്, എന്താണ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെഫിനേഷനൊക്കെ എഴുതണം. എന്താണ് P/Q ഫോമിൽ എഴുതുന്ന നമ്പർ അല്ലേ, വേർ ഡിനോമിനേറ്റർ കനോട്ട് ബി 0 എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എഴുതുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ തപ്പി കണ്ടുപിടിച്ച് എഴുതുക. അല്ലാണ്ട് മൊത്തം എനിക്ക് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല, ചെയ്ത് തരുമില്ല. അതിനുശേഷം നിങ്ങൾ എഴുതേണ്ടതാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഓക്കെ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് എഴുതണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതുന്നത് ഏതിൻ്റെയൊക്കെ ടേബിളാണെന്ന് പറയും, 1 മുതൽ 20 വരെ ഉള്ളതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിർബന്ധമായിട്ട് എഴുതണം. പഠിക്കുകയും വേണം. ഞാൻ ചോദിക്കും ഇതൊക്കെ വെറുതെ എഴുതി കോപ്പി അടിച്ചിട്ട് പോകുന്ന പറയാൻ ഞാൻ ചോദിക്കും. ഇനി ഞാനാണ് നിങ്ങൾ നെക്സ്റ്റ് ഇയർ മാത്സ് പഠിപ്പിക്കുന്നെങ്കിൽ ഞാൻ നിർബന്ധമായിട്ട് ചോദിക്കും. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെ ഏതിൽ പഠിക്കണം? പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ നമ്മളിത് പഠിച്ചില്ലേ? അഡീഷൻ, ഒരു പോസിറ്റീവ് നെഗറ്റീവ് നമ്പർ എങ്ങനെ ആഡ് ചെയ്യുന്നു, ഒരു പോസിറ്റീവ് നെഗറ്റീവ് സബ്ട്രാക്ട് ചെയ്യുന്ന എങ്ങനെ, മൾട്ടിപ്ലൈ ചെയ്യുന്ന എങ്ങനെ, ഡിവൈഡ് ചെയ്യുന്ന എങ്ങനെ, ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ എക്സാമ്പിൾസും ഡിഫറെൻറ്റ് എക്സാമ്പിൾ, അതായത് ഒരു നെഗറ്റീവും പോസിറ്റീവും ആദ്യം ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവും പിന്നെ ഒരു വേറൊരു നെഗറ്റീവ് ആഡ് ചെയ്യുന്നത്, പിന്നെ ഒരു നെഗറ്റീവ് നമ്പറിൽ നിന്ന് ഇങ്ങനെ ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നത്, പിന്നെ 2 നെഗറ്റീവ് നമ്പറുകൾ ആഡ് ചെയ്യുന്നത്, അങ്ങനെ പല കാറ്റഗറികൾ ഞാൻ ഓരോ റൂൾ 1, റൂൾ 2, റൂൾ 3 ആയിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. അപ്പോൾ ആ നോട്ട് എടുക്കുക, ആ പേജ് എടുക്കുക, എന്നിട്ട് അതുപോലെ എഴുതി വെക്കുക വിത്ത് എക്സാമ്പിൾസ്. പഠിക്കുക, വെറുതെ എഴുതിയാൽ പോലെ പഠിക്കുക. ഓക്കെ.
ഇനി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രാക്ഷൻസ് എന്ന് എഴുതുക. ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇപ്പോൾ 2/3 അങ്ങനത്തെ ഉള്ളതൊക്കെയാണ് ഫ്രാക്ഷൻസ്. ഈ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് നിങ്ങൾക്ക് എഴുതാം. ഇതിൻ്റെ അഡീഷൻ ഇപ്പോൾ ഉദാഹരണത്തിന് 2/3 + 1/4 ഇതെങ്ങനെ ആഡ് ചെയ്യുന്നു, 2/3 - 1/4 ഇതെങ്ങനെ സബ്ട്രാക്ട് ചെയ്യുന്നു, 2/3 × 1/4 മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യുന്നു, ഡിവിഷൻ എങ്ങനെ ചെയ്യുന്നു, ഇത് എഴുതുക. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ LCM ഒക്കെ ഉപയോഗിക്കാം. അങ്ങനെ ഈ എക്സാമ്പിൾ തന്നെ എഴുതണമെന്നില്ല, വേറെ ഡിഫറൻറ്റ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കോട്ട് ചെയ്യാം. ഓക്കെ, അത് പഠിച്ചു വെക്കണം എങ്ങനെയാണെന്ന്. പിന്നെ നിങ്ങൾ പഠിക്കുന്നതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. ഓക്കെ, പ്രൈം ഫാക്ടറൈസേഷൻ ഞാൻ മാക്സിമം സെക്ഷനിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഏതെങ്കിലുമൊക്കെ എന്തായാലും വിട്ടുപോകും, എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. ഓർമ്മയിൽ വരുന്ന സെഷൻസാണ് പറയുന്നത്, അത് നിങ്ങൾ പഠിച്ചിട്ട് വരിക. പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്, ഇതിപ്പോൾ ചെയ്യേണ്ട, അതിന് മുമ്പ് എന്തൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് നിങ്ങൾ എഴുതണം, എന്തൊക്കെയാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് എഴുതണം. പ്രൈം നമ്പേഴ്സിൻ്റെ പ്രത്യേകത നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഫാക്ടേഴ്സ് ഓഫ് 12 ഏതൊക്കെയാണ്, 1, 2, 3, 4, 6 അങ്ങനെ, അതാണ് ഫാക്ടേഴ്സ് ഓഫ് 12. പിന്നെ മൾട്ടിപ്പിൾസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 2 ഏതൊക്കെയാണ്, 2, 4, 6, 8 അങ്ങനെ. അപ്പോൾ ഫാക്ടേഴ്സ് മൾട്ടിപ്പിൾസ് ഒക്കെ ഒന്ന് അതിൻ്റെ ഡെഫിനിഷൻ എഴുതണമെന്നില്ല, ഇങ്ങനെ എക്സാമ്പിൾസ് ചെയ്താൽ മതി. നിങ്ങളുടെ ഇപ്പോൾ ഡെഫിനിഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനിഷൻ ഗൂഗിൾ നോക്കി എഴുതാം. നമുക്ക് എക്സാമ്പിൾസ് എന്തായാലും വേണം, ഇങ്ങനെ നിർബന്ധമായിട്ട് കേട്ടോ. 2-3 എക്സാമ്പിൾസ്, ഒരു 2-3 എക്സാമ്പിൾസ് എന്തായാലും നിർബന്ധമായിട്ടും വേണം. ഇനി നിങ്ങൾ എന്നെ വിളിച്ച് ഡൗട്ട് ചോദിക്കുകയോ മെസ്സേജ് അയച്ചിട്ട് ഡൗട്ട് ചോദിക്കുകയോ ചോദിക്കരുത്, സാർ ഓരോന്നിനും 2-3 എക്സാമ്പിൾ അങ്ങനെയൊന്നുമില്ല. ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ആയാലും മതി, എക്സാമ്പിൾസ് വേണം. ഇനി എത്ര എക്സാമ്പിൾസ് കൂടുന്നു അത്രയും നിങ്ങൾക്ക് പഠിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടേതായ രീതിയിലാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരില്ല, കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എനിക്ക് അറിയണം, അതിന് വേണ്ടിയിട്ടാണ്. ഫാക്ടേഴ്സ് മൾട്ടിപ്പിൾസ് ലിസ്റ്റ് ചെയ്തിട്ട് അടുത്ത് വേണ്ടത് പ്രൈം ഫാക്ടറൈസേഷൻ സൈഡ് ഹെഡിങ് ചെയ്താൽ പ്രൈം ഫാക്ടറൈസേഷൻ എന്നിട്ട് 2-3 നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. ഉദാഹരണത്തിന് 4, 1, 1, 2 ഇതിനെങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ. 2 കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, 56 വരും അല്ലേ, വീണ്ടും 2 കൊണ്ട് 28 വരും, വീണ്ടും 2 കൊണ്ട്, ഇങ്ങനെ അറിയാമല്ലോ നിങ്ങൾക്ക്. അതിന് അങ്ങനെ ഒരു പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് വെച്ചേക്കും 1-2 നമ്പേഴ്സ്. ഓക്കെ, ഐ മീൻ 1-2 ഒരു 3-4 ഒരു 4 എക്സാമ്പിൾസ് എങ്കിലും ഈ പ്രൈം ഫാക്ടറൈസേഷൻ ഉൾപ്പെടുത്തണം. പിന്നെ ഇക്വേഷൻസ് സോൾവ് ചെയ്യേണ്ടതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇക്വേഷൻസ് സോൾവ് ചെയ്യേണ്ടത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് എടുക്കുക. ഉദാഹരണത്തിന് അപ്പോൾ സൈഡ് ഹെഡിങ് എഴുതണം, ഇങ്ങനെ വൃത്തിയായിട്ട് നല്ല ഹാൻഡ് റൈറ്റിംഗിൽ നോട്ട് പ്രിപ്പയർ ചെയ്യണം. സോൾവിങ് ഇക്വേഷൻസും സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് ഉദാഹരണത്തിന് 2x - 2 = 10 ഇതെങ്ങനെ സോൾവ് ചെയ്യുക, 2x = ഈ -2 അങ്ങോട്ട് എടുക്കുക, അപ്പോൾ എന്താവും 10 + 2, അപ്പോൾ 2x = 12 ആകും. സോ x = 12/2 ആകും അല്ലേ, 6. അങ്ങനെ സോൾവ് ചെയ്യാനുള്ള ഒരു 2-3-4 എക്സാമ്പിൾസ് ചെയ്ത് വെക്കുക. ഓക്കെ, 2-3-4 എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഡിഫിക്കൽട്ട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ -2 + 3x = ഒരു 10. അപ്പോൾ ഇവിടെ 3x നിർത്തി, -2 അങ്ങോട്ട് പോകുമ്പോൾ +2 ആവും, അപ്പോൾ 10 + 2, അപ്പോൾ 3x = 12 വരും. അപ്പോൾ x = 12/3 എന്ത് വരും, 4 വരും. ഇനി കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ ഒരു -3 -2x = ഒരു 11 ആണെന്ന് വിചാരിച്ചു. അപ്പം ഈ ടൈം ഇവിടെ നിർത്തുക, -2x ഇവിടെ നിർത്തി, -3 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും 11 + 3, -2x = എന്ത് വരും, 14 വരും. അപ്പോൾ x എന്ത് വരും, എല്ലാവരും എഴുതും 14 + 2 എന്ന്, അല്ല ഈ -2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചേക്കുക, അത് അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ വരും. അപ്പോൾ 14 / -2 എന്നാണ് വരിക. അപ്പോൾ ആൻസർ വിൽ ബി -7. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. സോൾവിങ് ഇക്വേഷൻസ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സെൻറ്റൻസിന് ഇക്വേഷൻസ് ഇങ്ങനെ 1-2 എക്സാമ്പിൾസ് കോട്ട് ചെയ്താൽ മതി. അപ്പോൾ പഠിക്കും നിങ്ങൾ സെൻറ്റൻസിനെ എങ്ങനെ മാറ്റാം. ഉദാഹരണത്തിന് എന്താണ് 2 ആഡഡ് വിത്ത് അല്ലേ, 2 ആഡഡ് വിത്ത് ഇപ്പോൾ ഇങ്ങനെ എഴുതാം, സെൻറ്റൻസ് ടു ഇക്വേഷൻസ് എന്ന് ഹെഡ്ലൈൻ കൊടുക്കുക. എന്നിട്ട് 2 ആഡഡ് വിത്ത് ട്വൈസ് എ നമ്പർ ഈസ് 5 അതിനെ മാറ്റണം അറിയാം. 2 + 2x = അല്ലേ 5 അങ്ങനെ സെൻറ്റൻസിന് ഇക്വേഷനിലോട്ട് മാറ്റുന്ന ഒരു 5-8 എക്സാമ്പിൾസ്, ഒരു 6-7 എക്സാമ്പിൾസ് എങ്കിലും നിങ്ങൾ മിനിമം ഇതിൽ കൊടുക്കണം. ഓക്കെ, പിന്നെ അതിനുശേഷം കുറച്ച് പണിയുണ്ടേ, പെട്ടെന്ന് നിർത്തി പോകാൻ പറ്റുമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിന് ടൈം ഉണ്ട്, ഒരു മാസമുണ്ട്, ഒരു ദിവസം 1/2 മണിക്കൂർ വെച്ചെടുത്തിട്ട് ജൂണിലോട്ട് ഇത് കംപ്ലീറ്റ് ആക്കിയാൽ മതി. പക്ഷേ ജൂൺ 1 എനിക്ക് കാണണം. പിന്നെ അതുപോലെ തന്നെ പിന്നെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിൽ കുറേ റൂൾ ഞാൻ പഠിപ്പിച്ചില്ല. എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എങ്ങനെ a⁻m × a⁻n = a⁻m+1 അത് നോട്ടിലുണ്ട്. ആ റൂൾസ് മൊത്തം നിങ്ങൾ കോട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നോട്ടൊന്നും തൂക്കി കൊടുക്കരുത് ഗുജറിക്കെന്ന് പറഞ്ഞിട്ട് നോട്ട് കയ്യിലുണ്ടാവണം. ആ റൂൾസ് മൊത്തം എഴുതി ഓരോ റൂളിനും ഒരു 2 എക്സാമ്പിൾ വെച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം, സോൾവ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, എഴുതിയിട്ടുണ്ടാവണം, നോട്ടിൽ പഠിക്കുകയും വേണം. അതിനുശേഷം ഡിവിസിബിലിറ്റി റൂൾ എന്ന് എഴുതുക. ഡിവിസിബിലിറ്റി റൂൾ എന്ന് വെച്ചാൽ ഒരു നമ്പറിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ അറിയാം, ദാറ്റ് നമ്പർ എൻഡ്സ് വിത്ത് 0, 2, 4, 6, 8 അല്ലേ. ഒരു നമ്പറിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ അറിയാം, സം ഓഫ് ദി ഇൻഡിജേഴ്സ് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 3. ഒരു നമ്പറിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ അറിയാം, നമ്പർ ഷുഡ് എൻഡ്സ് വിത്ത് 0 or 5. അങ്ങനെയുള്ള ഒരു 2-ൻ്റെയും 3-ൻ്റെയും 5-ൻ്റെയും അത് മതി. ഈ 3 ഡിവിസിബിലിറ്റി റൂൾ നിങ്ങൾ എഴുതി പഠിച്ചു വെക്കുക. ഒരു 1-2 എക്സാമ്പിൾസും കൊടുക്കുക. പിന്നെ നിങ്ങൾ പഠിക്കുന്നതാണ് വെരി ഇമ്പോർട്ടൻറ്റ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എന്തായിരുന്നു, ഒരു റൈറ്റ് ട്രയാങ്കിളിൽ ഇത് ഹൈപ്പോട്ടനസ്, ഇത് ബേസ്ഡ് ഹൈറ്റ് ആണല്ലോ. എന്താണ് ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ = ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഒരു എക്സാമ്പിൾ ചെയ്ത് വെക്കും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എഴുതാം, 3, 4, 5 ഒരു പൈതഗോറിയൻ ട്രയാങ്കിൾ, പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്. ഇത് എക്സാമ്പിളായിട്ട് ഇത് കോട്ട് ചെയ്യാം. പൈതഗോറസ് തിയറം പഠിക്കണം.
പിന്നെ നമ്മൾ സ്ക്വയർസ് പഠിച്ചു അല്ലേ, 1 മുതൽ 20 വരെ നമ്പർ താഴെ എഴുതുക. അതിൻ്റെ സ്ക്വയേഴ്സ് എന്നെങ്ങനെയാണ്? സ്ക്വയർ എന്ന് വെച്ചാൽ 1:2 1, ഇവിടെ 2 ആണെങ്കിൽ 2:2 4, ഇവിടെ 3 ആണല്ലോ 3:2 9, ഇവിടെ 4:2 4 × 4 16, ഇവിടെ 5 ആണെങ്കിൽ 5:2 എന്ന് പറഞ്ഞാൽ 5 × 5 എത്ര വരും? 25. അങ്ങനെ 20 വരെയുള്ള എൻ്റെ സ്ക്വയേഴ്സ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾ അവസാനം ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് പഠിക്കേണ്ടതാണ് ഏരിയ പെരിമീറ്റർ. ഫോർമുല നമ്മൾ പഠിച്ചില്ലേ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണ്? L/B, പെരിമീറ്റർ 2 × L + B, സ്ക്വയറിൻ്റെ ഏരിയ A × A അല്ലെങ്കിൽ A², പെരിമീറ്റർ എന്താണ്? 4A. അതുപോലെ തന്നെ പാരലോഗ്രാം B × H അല്ലേ, ട്രയാങ്കിൾ ഏരിയ എന്താ? ½ × B × H അല്ലേ. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? പിന്നെ നമ്മൾ സർക്കിൾ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഏരിയ πr², സർക്കംഫറൻസ് എന്താണ്? 2πr. പിന്നെ നമ്മൾ വേറൊരു റിലേഷൻ നമ്മൾ പൈനെ പറ്റി പഠിച്ചു. എങ്ങനെയാണ് അത് എഴുതണം? പൈനെ പറ്റി എങ്ങനെ പഠിച്ചത്? ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിനെ അതിൻ്റെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 3.14 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? അപ്പോൾ അതും ഒന്ന് കോട്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ പെരിമീറ്റർ ഫോർമുല നിങ്ങൾ എഴുതണം. ഓക്കെ. അപ്പോൾ ഇതെല്ലാം എഴുതി മിടുക്കരായി ജൂൺ 1 എനിക്ക് നോട്ട് കാണണം. ഓക്കെ, താങ്ക് യു.